ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പേരെന്താ? DIY വിത്ത് വാസു. ബട്ട് നമ്മൾ DIY ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ ഒരു ഇന്നറാണ്. ബട്ട് അവൾക്കിത് ഭയങ്കര ടൈറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഒരു ഹെയർ ബോയ് ആക്കി മാറ്റാം. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണ്ടുന്ന ഒരു മെറ്റീരിയലും ഒരു കത്രികയും ഒരു സൂചിയും നൂലും മാത്രം മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ മടക്കിയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് താഴെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല കട്ടിക്ക് കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ജസ്റ്റ് ആ ഷേപ്പ് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ തന്നെ എടുത്തിട്ട് ഒന്ന് പ്ലീറ്റ് ചെയ്തിട്ട് മടക്കുക ചെയ്തത്. അപ്പോൾ നമുക്കൊരു ബോ ഷേപ്പിലും കിട്ടും. മറ്റേ രീതിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. ഇതാവുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു കട്ടി ഉണ്ടാവില്ല. ഞാനങ്ങനെ എടുക്കാൻ കാരണം ഇതിൻ്റെ സൈഡിൽ ലേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഇത്രയും വലിയ ഒരു ഷേപ്പിലെ ബോ ആയിരുന്നു വേണ്ടുന്നത്. മറ്റേ റെക്റ്റാങ്കിൾ ഷേപ്പിൽ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറിയ ബോ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് അത് കെട്ടി മുറുക്കി വെച്ചതിന് ശേഷം നമുക്ക് നടുക്കായിട്ട് ആ ലേസ് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ, പിന്നെ ഒരു നല്ല ഫിനിഷിങ്ങും കിട്ടും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊരു അലിഗേറ്റർ പിന്നിലോ നമ്മുടെ നോർമൽ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഒരു ബൺ ഷേപ്പിലുള്ള ഏത് ടൈപ്പിലാണെങ്കിലും നമുക്കിത് മാറ്റാൻ പറ്റും. ഞാനിവിടെ ആദ്യം ഒരു നോർമൽ പിന്നിലും പിന്നെ ഒരു ബണ്ണിലും ക്ലിപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫൈനലായിട്ട് ചെയ്യുന്നത് അലിഗേറ്റർ പിന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ പിന്നിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എനിക്കിങ്ങനെയാണ് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ഹെയറിൽ തന്നെ ക്ലിപ്പ് ചെയ്ത് നോക്കിയാലോ.